z is equal to 3x plus 2y. Is equal to 3x plus 2y. Subject to the constraint. X plus y greater than or equal to 8. 3x plus 5y less than 8. And x is greater than or equal to 5. ഗ്രാഫ് വരച്ചപ്പോഴത്തേക്കും ഒരു ഗ്രാഫ് 0, 8, 8, 0 കാണും. വേറെ വരയ്ക്കും. ഇതൊക്കെ പെട്ടെന്ന് വരച്ചോളൂ. അതിന്റെ സമയം ഇതൊക്കെ ചെയ്യാം. അഭിരാമിന് പിന്നെ അടുത്ത ആളിനെ കഴിഞ്ഞിട്ട് സ്കെയിൽ ചെയ്തിട്ടൊന്നും വരയ്ക്കാൻ ഉള്ള സമയം അഭിരാമിന്റെ പോകും. ഗ്രാഫ് വരയ്ക്കിട്ടാണോ? നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ഹൗസ് ഉണ്ടാവും, ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടാവും, മാർക്കെല്ലാം കിട്ടും. അല്ലാതെ അക്കാഡമിയുമായിട്ട് കഴിഞ്ഞ വരച്ചാ കൂടി കടന്നു പോകും. ഒരെണ്ണം 03 ആൻഡ് 50 കടന്നു പോകും. ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഇതല്ലേ 0 + 0 8 ആണ്. അതെന്താ ഫോൾസ് ആണല്ലേ. അപ്പൊ അതേത് ലൈനാ ഇതല്ലേ. അപ്പൊ ഇത് എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും?
ഇത് ഇങ്ങോട്ടേക്ക് ഷേഡ് ചെയ്യാം അല്ലേ? മുകളിലോട്ട്. അടുത്തതിലോ 3x + 5y ട്രൂ ആണ് അല്ലേ? അപ്പൊ ആ ലൈൻ എങ്ങോട്ടേക്ക് വരും? താഴത്തോട്ട് വരും. താഴത്തോട്ടല്ലോ, താഴത്തോട്ട് വന്ന് ഇത് ഓൾറെഡി നമുക്ക് ഇവിടെ തരുന്നത് എക്സും വൈയും തരുന്നതിനെക്കൊണ്ട് 0 എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് മൊത്തം ഷെയ്ഡ് ചെയ്ത് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 3 എണ്ണത്തിനും കൂടെ ഒരുമിച്ച് എന്തില്ല, കോമൺ ആയിട്ട് റീജിയൻ ഇല്ല. 3 പേർക്ക് ഒരുമിച്ച് ഇതിന് മാത്രം താഴത്തോട്ട് വരുന്നുള്ളൂ, മുകളിലോട്ട് ഇല്ല. മുകളിലോട്ട് ഉണ്ടെങ്കിൽ കോമൺ റീജിയൻ ഉണ്ടായാലേ, ഇതിന് മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 പേർക്ക് പറയുന്നത് എക്സ് ഷെയ്ഡ് 0. ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ഉൾപ്പെടെയുള്ള ഈ 3 പേർക്കും കോമൺ ആയിട്ട് റീജിയൻ ഇല്ല. അതുകൊണ്ട് ഇത് എന്തില്ല, സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഇതില് അത്ര പെട്ടെന്ന് സൊല്യൂഷൻ. Thus, the problem having no feasible region. Thus, the problem is having no feasible region, and hence no feasible solution. No feasible region. Hence no feasible solution. അതായത് കോൺകേവ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റീജിയൻ എടുക്കണേ. ആ റീജിയനില ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരണം. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ 2 പോയിന്റ് എടുത്ത് അത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എവിടെ ആ റീജിയൻ്റെ ഉള്ളിലല്ലേ വന്നത്. ഈ ഇതെന്താ കോൺവെക്സ് റീജിയൻ. കോൺകേവ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു റീജിയൻ എടുത്തത്. ഇവിടെ 2 പോയിന്റാണ് ഇത്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്താ, പുറത്തുകൂടി വരുന്നുണ്ട് റീജിയൻ. അപ്പൊ ഇങ്ങനെയുള്ള റീജിയൻ നമ്മൾ എന്താ പറയുക, കോൺകേവ് റീജിയൻ. ഇത് കോൺകേവ്, ഇതെന്താ കോൺവെക്സ്. കോൺവെക്സിൽ 2 പോയിന്റ് എടുക്കുമ്പോൾ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വരും. മറ്റേത് ഔട്ട്സൈഡ് റീജിയൻ തന്നെ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ലീനിയർ പ്രോഗ്രാമിംഗിൽ റീജിയൻ എന്ന് പറയുന്നത് കോൺവെക്സ് റീജിയൻ ആയിരിക്കും. എന്താണ് കോൺവെക്സ് റീജിയൻ ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കുന്ന ഫീസിബിൾ റീജിയൻ ഇല്ലേ, അതെപ്പോഴും എന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും. രണ്ടാമത് പറയുന്നത് പറഞ്ഞാൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് ദ റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും വെർട്ടെക്സിൻ്റെ അകത്താണ് മാക്സിമം വരാൻ പറ്റും. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എൻ പോയിന്റ്സുകൾ അല്ലെങ്കിൽ ആ വെർട്ടെക്സിന്റെ സ്ഥലത്താണ് എന്ത് വരുള്ളൂ, എന്താണ് പറഞ്ഞത്, വെർട്ടെക്സ് ലൈൻ എവിടെയാണ് അവസാനിക്കുന്നത് അതാണ് വെർട്ടെക്സ്. ആ എൻഡ് വരുന്ന ആ ഒരു മൂലകൾ അതിനെയാണ് എന്താണ് വെർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയായിരിക്കും എന്ത് വരുന്ന സൊല്യൂഷൻ വരുന്നത് എന്നാണ് പറയാം. അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു. അടുത്തത് എനിക്ക് ഒരു എക്സസൈസ് ഉള്ളൂ എല്ലാവർക്കും 12.1. അപ്പൊ ഇതിന്റെ ഫുൾ മാർക്ക് എഴുതാൻ പറ്റും. കേട്ടാ അത്യാവശ്യം ഈ ഒരു പ്രോബ്ലത്തിൽ സമയം എടുക്കാൻ പാടില്ല. പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അതുപോലെ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തെറ്റിപ്പോകും. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. എക്സാമിന് മുമ്പ് തലേ ദിവസം ഒന്നും പ്രാക്ടീസ് ചെയ്യുന്ന സമയം കിട്ടില്ല. കാരണം എല്ലാം റെഫർ ചെയ്ത് വരുമ്പോൾ ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അതിന് മുന്നേ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ 2 ദിവസം ഗ്യാപ്പ് ആയിട്ട് എക്സാം ഉണ്ടാവും. അപ്പൊ ആ ആദ്യത്തെ ഇന്നും നാളെ ഉണ്ട്
സ്റ്റഡി ചെയ്ത് മറ്റന്നാൾ എക്സാമിന് ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ ആ ദിവസങ്ങളിൽ മാത്രം ചെയ്ത് നോക്കാനുള്ള ജീവിതം തലേദിവസം എന്തായാലും നമുക്ക് ചെയ്യാൻ സമയം കിട്ടില്ല കേട്ടോ. എല്ലാ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള മെത്തേഡ് മാത്രം നോക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് z is equal to 3x plus 4y. വേഗം ചെയ്യണം കേട്ടോ. z is equal to 3x plus 4y. Subject to the constraint is x plus y less than or equal to 4. അടുത്ത ചാപ്റ്റർ ഏതാ കണ്ടത്? ഡിഫറൻസിയേഷൻ ഒക്കെ ഒരുമിച്ചെടുക്കാം. എക്സാം ചെയ്ത് വേണ്ട ഈ പ്രാവശ്യം വെക്ടേഴ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് 3D. അതായത് ഇവർക്ക് വെക്ടേഴ്സ് എടുത്തില്ല. ഇതില് ഇന്റഗ്രൽസ് ഉണ്ട്, ആപ്ലിക്കേഷൻ അതൊക്കെ ഒരുമിച്ചെടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഉന്നത രീതിയില് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് നാലും നമുക്ക് ഒരുമിച്ച് പറ്റുള്ളൂ. ഡിഫറൻസിയേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ അത് നാലും ഒരുമിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്ടർ ഓൾജിബ്ര, റിസൾട്ട് അത് എവിടെ വരെ ആയി? വെക്ടർ ഓൾജിബ്ര എവിടെ വരെ ആയടാ? ഫസ്റ്റ് എക്സസൈസ് അപ്പൊ അതൊരു 6 എക്സസൈസ് ഉണ്ട്. അപ്പൊ അതെന്തായാലും സമയം എടുക്കും. 3 ഡയമെൻഷൻ ജോമെട്രി എടുക്കാം, എടുക്കാം. പെട്ടെന്ന് ബാക്കിയല്ലേ കണ്ടിന്യൂഷൻ ആണല്ലോ 3 ഡയമെൻഷൻ. ചോദിച്ചോട്ടെ. പിന്നെ ഫസ്റ്റ് ടെക്സ്റ്റ് ഫസ്റ്റത്തെ പാർട്ട് എന്താണ്? അതായത് റിലേഷൻസ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കഴിഞ്ഞ് ഇതിന്റെ എക്സാം മിസ്ലീനിയസ് എക്സസൈസ് ആ ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ ഇപ്പൊ എക്സാം ആയിട്ട് കഴിഞ്ഞില്ലേ നമുക്ക് ഇതിന്റെ മിസ്ലീനിയസ് എക്സസൈസ് എക്സാം ഇപ്പൊ മെട്രിക്സിന്റെ ഡിറ്റർമിനൻസിന്റെ അല്ലേ നിങ്ങളിപ്പോ അടുത്ത എക്സാം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മിസ്ലീനിയസ് ഡിറ്റർമിനൻസ് കഴിഞ്ഞ് മെട്രിക്സ് കഴിഞ്ഞ് അത് മെട്രിക്സ് ഡിറ്റർമിനൻസ് ഡൗട്ടുള്ള എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. കണ്ടിന്യൂറ്റി ആൻഡ് ഫംഗ്ഷൻ അതെങ്ങനെ വരും? ചോരണ്ടോ ഉള്ള അവിടെ. പക്ഷെ ഇവിടെ ഈ ഒരു സാധനം കൂടി പരിഗണിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0 അതും കൂടി വേണം. എങ്ങനെ വന്ന ഗ്രാഫ്? ഇങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക് കാണാം. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ അതിന്റെ റീജിയൻ അങ്ങോട്ട് വരും മുകളിലോട്ട്. വൈ ഗ്രേറ്റർ ദാൻ 0 മീൻസ് മുകളിലോട്ടുള്ള റീജിയൻ. അപ്പൊ ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ റീജിയൻ വന്നല്ല. ഏതാണ് റീജിയൻ? ഈ ഒരു സാധനം മനസ്സിലായോ? അതാണ് റീജിയൻ. ഒറ്റ ലൈനുള്ളൂ. ഇത് കൂടി പരിഗണിക്കുക. അത് ശരിക്കും എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് നോക്കണം കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ആൻസർ ക്രൈറ്റീരിയ 0. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് ടെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ
AC കുറച്ചാ മതിയാ 26, 27. അയ്യോ മതിയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആ ശരി കൊണ്ടത്തില്ല 3x plus 5. എഴുതണം ആ, z is equal to 5x plus 3y maximize പെൻസിൽ ഉണ്ടാവും അതിലോ അത് സ്കെയിൽ ഉണ്ടാവും അല്ല ഇവിടെ വരുമ്പോ നിനക്ക് ഉപയോഗിക്കാമല്ലോ വീട്ടിൽ കൊണ്ടുപോയി നീ അവിടെ മറന്നു വെച്ചിട്ട് പോകും ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യട്ടാ എന്താണ് ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ നമ്പർ 3 12.1 ഈ ചാർട്ട് ഒരു എക്സസൈസ് ഉള്ളണം നിങ്ങൾ പണ്ട് 10th പഠിച്ചപ്പോൾ കവർ ഉണ്ടായിരുന്നു കൂടെ പഠിക്കട്ടെ ഇത് ബാക്കി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല
1 2.5 എനിക്ക് ഗ്രാഫ് വരയ്ക്കുമോ? റീജിയൻ ഷെയ്ഡ് ചെയ്യണോ? കിട്ടിയോ ആൻസർ? ആൻസർ കിട്ടിയത് കിട്ടിയാടാ? ശരിയാ. എന്താ വ്യത്യാസം? അറിയില്ല. ഇതാണ് ആൻസർ കിട്ടിയ. കിട്ടിയാലോ അപ്പം നോക്കിയാൽ എന്തുവാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? പോയിന്റ് പോയിന്റ് അടുത്ത പോയിന്റ് ബൈ ബൈ അത് 1.5 ആണ് ഇത് എക്സാക്ട് ഇതിനാണ് എനിക്ക് ഇതാണ് മറ്റേ പിന്നെ എന്തിനാ എനിക്ക് പോയാൽ ഇരിക്കാം. 1.2 ഞാൻ പിള്ളേർക്ക് അറിഞ്ഞ സ്കെയിൽ എന്താണെന്ന് വെച്ചിട്ടോ 1.2.5 ആണ് സോൾവ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇക്വേഷൻസും അല്ല ഗ്രാഫിൽ നിന്ന് നോക്കണ്ട. ചിലപ്പോൾ ഗ്രാഫിൽ എപ്പോൾ എടുത്താലും കിട്ടില്ല. അല്ലാണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ പിടിച്ച് ഗ്രാഫിൽ നിങ്ങൾ നോക്കരുത് ഒരിക്കലും. ഗ്രാഫിൽ എന്താ നിങ്ങൾ ഇനി ഗ്രാഫ് നോക്കിയിട്ട് പോയിന്റ് മാർക്ക് ചെയ്യരുത്, തെറ്റിപ്പോകും കേട്ടോ. എടാ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ വാല്യൂസ് വരുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് വരും. ഗ്രാഫ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഗ്രാഫ് അക്യൂറേറ്റ് ആയിട്ട് വരണ്ട. അതിന്റെ ഇടയിലുള്ള മൈനൂട്ട് പോയിന്റ്സ് വരെ വരച്ചിരിക്കണം. അത് പോസിബിൾ അല്ല. കുഞ്ഞു കുഞ്ഞു ലൈൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട മാക്സിമം ഇക്വേഷൻ സോൾവ് ചെയ്തൊക്കെ കിട്ടും. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ആയിരുന്നു. എല്ലാ ക്വസ്റ്റിനും ഇക്വേഷൻ സോൾവ് ചെയ്ത് പോയിന്റ്സ് കണ്ടുപിടിക്കാം. രണ്ടും കൂടി രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? ഗ്രാഫിൽ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ മൈനൂട്ട് പോയിന്റ്സ് നിങ്ങൾ മിസ്സാക്കിയ 1.25 എന്നാണ് നിങ്ങൾ പറയണത്. മനസ്സിലായോ? ചിലപ്പോൾ അതായിരിക്കില്ല, അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇനി മുതൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് മാത്രം പോയിന്റ് കണ്ടുപിടിക്കും. അഭിരാമൻ എന്താ പറയുന്നത്? അതായത് ഇപ്പൊ ഗ്രാഫ് നിനക്ക് ഇങ്ങനെ വരച്ചപ്പോഴത്തേക്ക് രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന ഇങ്ങനത്തെ ഒരു റീജിയൻ ഉണ്ടായില്ലേ? ഇങ്ങനത്തെ ഒരു റീജിയൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നേരെ ഗ്രാഫിലോട്ട് നോക്കി എക്സ് ആക്സിലോട്ട് പോയിരുന്ന പോയിന്റ് എന്നാണ് വൈയിലോട്ട് പോയി അങ്ങനെ കണ്ടുപിടിച്ചത്. അങ്ങനെ ചെയ്യരുത്. ഇത് ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. രണ്ട് ലൈനിന്റെ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷൻസ് അല്ലേ രണ്ട് ലൈനുള്ളത്? അതായത് നമ്മൾക്ക് രണ്ട് ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് രണ്ടും കൂടി കമ്പയർ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ ഇതിന്റെ രണ്ടിന്റെ പോയിന്റ് കമ്പയർ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഈ പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ ഗ്രാഫ് വരക്കണം. ഗ്രാഫ് വരക്കാണ്ട് പിന്നെ ഫേസ്ബുക്ക് റീജിയൻ കണ്ടുപിടിച്ചാൽ പോയിന്റ് കൊടുക്കാൻ പറ്റും. എടാ ഇത് ഈ പോയിന്റ് കിട്ടി നമുക്ക്. റീജിയൻ അറിഞ്ഞാലേ അതിന്റെ എൻ പോയിന്റ്സുകൾ കിട്ടുള്ളൂ. ആ ബൗണ്ടറിയുടെ പോയിന്റുകൾ വേണ്ടേ? അത് കണ്ടുപിടിക്കണമെങ്കിൽ റീജിയൻ കണ്ടുപിടിക്കണം. മനസ്സിലായോ? നീ വെറുതെ പോയിന്റ് വെച്ചിട്ട് ഏത് റീജിയൻ ആണെന്ന് പറയുന്നത്?
പോയിന്റുകൾ കുറെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. ഗ്രാഫ് വരച്ചാ ഗ്രാഫ് വരച്ച് ജസ്റ്റ് റഫായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് അവരാണല്ലോ ഇങ്ങനെ വരച്ചിട്ട് ശരി ആ ഇത് ഈ രണ്ടര വരയ്ക്കും. ആ അത് ആദ്യം ഇതിന് 03 50 50 020 അല്ല 0520. ആൻസർ അങ്ങനെ എഴുതി വെച്ചിട്ടിരിക്കണല്ലോ, ഇത് ചെയ്ത് നോക്കിയാലോ? അത് കൊള്ളാം. ഞാൻ അതിൽ എഴുതിയത് അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചത്. കിട്ടിയ നിനക്ക് സോൾവ് ചെയ്തപ്പോ? പ്ലസ് വണ്ണിലെ പിള്ളേരെ കുറച്ച് സ്ലോവാ ചെയ്യാൻ. അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ അവനെ കിട്ടിയാ പോയിട്ട് ഇട്ട് കൊടുത്ത് നോക്കിയാ മാക്സിമം എല്ലാം വേണ്ട അതൊന്നും ചെയ്തിട്ടില്ലല്ലേ? എടാ അത് ചെയ്ത് നോക്ക. കഴിഞ്ഞ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. നമുക്ക് ആദ്യത്തെ ഈ ലൈൻ എടുക്കാം. ഈ ലൈൻ ഇക്വേഷൻ ആദ്യം നമ്മൾ ഈ ലൈൻ എടുക്കാം. ഇവിടെ ഇങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യണം, മുകളിലോട്ടാണ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടുള്ള റീജിയൻ എടുക്കാം. അതിലൊരാളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ശരിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതെടുത്തോളൂ. ശരി, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും അങ്ങോട്ട് ചെയ്യണം. റീജിയൻ കണ്ടുപിടിക്കാൻ അറിയാത്ത ആരെങ്കിലുണ്ടോ എങ്ങനെയാണെന്ന്? ഡൗട്ടുള്ളതിന് നിനക്കുണ്ടോ? എന്താ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഗ്രാഫ് ഇപ്പൊ ചെയ്ത പ്രോബ്ലത്തിന്റെ ഗ്രാഫ് നോക്കിയത് Z is equal to
Eliminate is equal to maximize ആണ് അല്ല minimize ആണ്. പഠിച്ചാണോ? ഇനി നമുക്ക് പ്രോബ്ലം എടുത്തേ. നമുക്ക് ആദ്യം വെച്ചാൽ ഈ റീജിയനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ ലൈൻ എടുത്തേക്കാം. ഈ ലൈനിൽ നമുക്ക് മുകളിലോട്ടാണ് താഴത്തോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അറിയാം. അതൊക്കെ ബാക്കിയിൽ എക്സ് വൈ ആദ്യത്തെ എന്തായിരിക്കും എക്സ്, രണ്ടാമത്തെ വൈ. ഇപ്പോൾ 50 ആണെങ്കിൽ നമുക്ക് 50 എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 5, വൈയുടെ 0. 50 എന്ന് പറഞ്ഞാൽ ഏത് ആക്സിലായിരിക്കും എന്താണ് എക്സ് എവിടെയാണ്? ഇതാണ് 5. അതാ ആദ്യം വരേണ്ടത് എന്താണ്? എക്സിൻ്റെ എക്സ് ആക്സിൽ y0 ആയിരിക്കും. 50 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരുള്ളൂ? എക്സ് ആക്സിൽ വരുള്ളൂ. അടുത്ത പോയിന്റ് ഏതാ കിട്ടിയേക്കുന്നത്? 0 എക്സ് ആക്സിൽ എന്തായിരിക്കും? 0, വൈ ആയിരിക്കും 3. അപ്പോൾ ഇവിടെ 0 പറഞ്ഞെങ്കിൽ 0. കാരണം എന്താ വെച്ചാൽ എക്സിലോട്ട് പോകുമ്പോൾ എന്താ വേണ്ട? 0. വൈയുടെ കാര്യം എന്താ മനസ്സിലായോ? എക്സ് ആക്സിൽ എന്തായിരിക്കും? y0 ആയിരിക്കും. വൈ ആക്സിൽ ആയിരിക്കും x0. അത്ര ആയിരിക്കും. ബാക്കിയുള്ള പോലെ എടുക്കും. ഇതിനൊക്കെ ശരിയാണറിയോ? അവിടെ എന്താ വരുന്നത്? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് എന്താ? അൺബൗണ്ടഡ് ആണ്. ചെറിയ വാല്യൂ കിട്ടും അവിടെ, പക്ഷെ റീജിയൻ എന്താണ്? അൺബൗണ്ടഡ് ആണ്. അപ്പം മെയിൻ ഓർ മിനിമം വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. ഉറപ്പിച്ച് അതാണ് മിനിമം വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇതേ മതി. ദ ഫീസിബിൾ റീജിയൻ ഈസ് അൺബൗണ്ടഡ്
അല്ലേ സ്മോളസ്റ്റ് വാല്യൂ കിട്ടിയത്? 7 അല്ലേ സ്മോളസ്റ്റ് ആയിട്ട് കിട്ടിയത്? Z is equal to 7 അല്ലേ കിട്ടിയത് സ്മോളസ്റ്റ് ആയിട്ട്? അടുത്തപ്പോൾ 3/2 and 1/2. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 7 ആ കിട്ടുള്ളൂ. Z വാല്യൂ 7 ആവുമ്പോഴാണ് മിനിമം എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ ഇസ് അൺബൗണ്ടഡ്. 7 may or may not be the minimum value of Z. 7. അതായത് പോയിന്റ് നമുക്ക് ആ കോർണർ പോയിന്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ Z മിനിമം കിട്ടും. പക്ഷെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റാതാണ് മിനിമം എന്നുള്ളത്. അടുത്ത 5th ക്വസ്റ്റ്യൻ ചെയ്ത് maximize Z is equal to 3x plus 2y. ഇത് മാക്സിമം
കഴിഞ്ഞാ മാത്സ് matrices, determinants, vectors, 3D, ഇപ്പോൾ relations, ഡിറ്റർമിനൻസ് വെക്ടേഴ്സ് 3D ഇപ്പോൾ functions എടുത്തോളൂ. ഫങ്ഷൻസ് ഈസ് റിലേഷൻസ് Relation. 5 എടുത്തോണ്ട് ഇരിക്കുമോ? നിങ്ങൾക്ക് പോർഷൻസ് ഒക്കെ തീർക്കുന്ന പറഞ്ഞേക്കണം അതെല്ലാം പറഞ്ഞോ ഒരു ഒക്ടോബറോ ഒക്ടോബറിനോ എക്സാം എപ്പോഴാണ് ഫെബ്രുവരിയിലല്ല അതെ, phone pay ആയിക്കോട്ടെ. ആ? ആ paper ആ. ആറാം ദിവസത്തിന് അത് എഴുതിയിടുക എന്ത് ദിവസത്തിന് 6 മണിയാണ് അല്ല എന്തിനാ സിസിലിസല്ലേ പോയി 12 Extra classes ഉണ്ട്. മാത്സ് എടുക്കണത് സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മളത് അത്ര സീരിയസല്ല Senior ഇത് ആണെന്ന് കുറച്ച് serious. കുറച്ച് പ്രായമുള്ള അധികം പറയില്ല ഉണ്ടോ? എത്ര ടീച്ചേഴ്സ് ഉണ്ട് മൊത്തം മാത്സ് എടുക്കാൻ ഞാൻ കഴിഞ്ഞ വർഷം ജയിക്കിട്ട് അത് 6-10 അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആണ്. എന്നാലും പ്ലസ് പ്ലസ് ടു എടുക്കുമ്പോൾ രണ്ടുപേരും മാറി മാറി എടുക്കുമല്ലോ ടീച്ചറല്ലേ കോമേഴ്സിന്റെ കുറച്ച് 2 അങ്ങനെ മാത്സ് നമ്മുടെ മാത്സിന് വേണ്ടി നമ്മുടെ മനസ്സിലാവും
അതില് ഫസ്റ്റില് y 0 ആകുമ്പോൾ x 3/2 കിട്ടില്ലേ? x 3/2 കിട്ടില്ലേ? അത് രാത്രി 3/2 എക്സിന് 2 കൊടുത്തിട്ട് അല്ലേ എക്സിന് 3 കൊടുത്തിട്ട് 1/2. അല്ല 1 എടുക്കുമ്പോൾ 2 അല്ലല്ല എക്സിൽ അപ്പൊ അങ്ങനെ വരാത്ത ഒരു നമ്പർ കൊടുത്തിട്ട് 4 8 -3 So 1, 2, 3 add 2 ones are 2 and 1 and 2. എന്നിട്ടാ പോരെ ഗ്രാഫിൽ ഇനി നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് ചെറിയൊരു വേരിയേഷൻ വന്നാൽ ഈ പോയിന്റ് എവിടെയാണെന്ന് അറിയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് കുഴപ്പമില്ല പക്ഷെ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ മറ്റേ ഏത് സോൾവ് ചെയ്യണം ഗ്രാഫ് മെയിൻലി നമ്മൾ ഫീസിബിൾ റീജിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കാം എല്ലാ ഗ്രാഫിലും വരയ്ക്കാൻ പറ്റില്ല ഇൻഡിവിജ്വൽ വേരിയേഷൻ നോക്കാം ഇത് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ സ്പീഡിലോ നിങ്ങളുടെ എത്ര ചാപ്റ്റർ ഏത് കെമിസ്ട്രിയാ? ഫിസിക്സ് മാത്സ്. ഫിസിക്സ് ആണ് ചോദിച്ചത്. കെമിസ്ട്രി മൂന്നാമത്തെ കെമിസ്ട്രി തേർഡ് എത്ര ആഫേഴ്സ് കെമിസ്ട്രി 12 കിലോ കെമിസ്ട്രിയിൽ 10 ചാപ്റ്റേഴ്സ് മാത്സിന് ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത് ഫാസ്റ്റ് ആയിട്ടാണോ പോകുന്നത് ഇവിടെ ഇവിടെ ചെറുതായിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ നീ ഏതാ പ്ലസ് 2 ക്ലാസ് ആയി പോകും അറിയാം. അപ്പോഴേക്കും പോർഷൻ പിന്നെ പെട്ടെന്നാവും എക്സാം അത് നിങ്ങളിങ്ങനെ മാറ്റി അറിയാൻ കഴിഞ്ഞ ഇവർക്ക് പലർക്കും പല സാധനങ്ങൾ വെച്ച് കുറച്ച് ചെയ്യാൻ കണ്ടുപിടിച്ചാ ഞാൻ പുതിയ കാലഘട്ടത്തിൽ പോയ നാണിക്കാണ് എത്ര ശതമാനം സ്കെയിലും പിള്ളേർക്കുണ്ട് വളരെ കുഴപ്പമില്ല അവിടെ അതുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അടിച്ചോണ്ട്
അൺബൗണ്ടഡ് ഉണ്ടോ? അങ്ങോട്ടല്ല ഇന്റർസെക്ഷൻ 06 മാക്സിമം മിനിമം വരല്ലോ മിനിമം അൺബൗണ്ടഡ് ആണ്. പക്ഷേ റീജിയൻ സെയിം റീജിയൻ കോമൺ റീജിയൻ വരുന്നുണ്ടായിരുന്നു. മറ്റേ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ ഫോളോട്ട് തന്നെയാണ് അവന്റെ റീജിയൻ. അപ്പൊ കോമൺ റീജിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രാഫിൽ എനിക്ക് ഇങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെയല്ലേ വന്നത്? അല്ലല്ല. അങ്ങനെയല്ല നേരത്തെ ലൈനിൽ ഇന്റർസെക്ട് ചെയ്യും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ? ഇന്റർസെക്ട് ചെയ്യും. ചെയ്യണ്ട. അതെന്താ ഇങ്ങനെ? അൺബൗണ്ടഡ് തന്നെയാണ്. ഇങ്ങനല്ലേ? സ്കൂളിൽ ഇന്റർസെക്ട് ചെയ്യണം. ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ പോയിന്റുകൾ? എവിടെ ഇന്റർസെക്ട് ചെയ്യണം? ഗ്രാഫ് വെച്ചപ്പോ 0,3 ഒരു ലൈൻ ഇങ്ങനെ മുകളോട് ഒരു ലൈനില്ല. അടുത്ത ലൈൻ ഇവിടെ നിങ്ങോട്ട് അല്ലേ? റീജിയൻ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് x+2y അതാണ് ഈ ലൈൻ. x+y അല്ല അത് x+2y അപ്പൊ നമ്മള് 0 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഫോൾസ് ആണ്. അപ്പൊ ഫോളോട്ട് പോകും ഷെയ്ഡ് റീജിയൻ. ഫിസിക്കൽ റീജിയൻ ഫോളോട്ട് പോകും. ഇതിന്റെ രണ്ടാമത്തെ ലൈനിലെ അതും ഫോൾസ് ആണ്. അപ്പൊ അതും എങ്ങോട്ടേ മോളോട്ട് വെച്ചു. കോമൺ റീജിയൻ ഉണ്ട് ഇവിടെ. അവിടെ അല്ലാതെ ഉള്ളൂ കോമൺ റീജിയൻ എടുത്തില്ലേ? ഏതാ കോമൺ റീജിയൻ വല്ല? ഇവിടെ വരുന്ന കോമൺ റീജിയൻ ഇതിന് മോളോട്ടുള്ള ഭാഗം. അപ്പൊ ഈ ബോർഡർ പോയിന്റ്സ് ഇട്ട് കൊടുക്കാം. അതിലെ മിനിമം ഏതാന്ന് വെച്ചാൽ മാക്സിമം മിനിമം അല്ലേ? കോമൺ റീജിയൻ നോക്കടാ. ഈ ലൈനിന്റെ മുകളിലോട്ടുണ്ട്, ഈ ലൈനിന്റെ മുകളിലോട്ടുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ഒരു സ്പേസ് അല്ലേ? അതാണ് കോമൺ റീജിയൻ. മാക്സിമൈസ് ആണെങ്കിൽ കണ്ടുപിടിക്കാം സൊല്യൂഷൻ. പക്ഷെ മിനിമൈസ് മിനിമൈസ് ആണെങ്കിൽ കണ്ടുപിടിക്കാം. ഓ ആ മനസ്സിലായോ? മനസ്സിലായോ? ഇട്ട് കൊടുക്കാം പോയിന്റ്. ഇതിന്റെ പോയിന്റ് ഇട്ട് കൊടുക്കാം, ഈ പോയിന്റ് ഇട്ട് കൊടുക്കാം. രണ്ട് പോയിന്റ് ഏതൊക്കെയാ? 0 സെയിം വാല്യൂ തന്നെ കിട്ടണം. രണ്ടിനും ഇസെറ്റ് സെയിം വാല്യൂ തന്നെ. അപ്പോ എഴുതുക the corner points of visible region the corner points of visible region are 60 and 03. It can be seen that the value of z at the port are same. The value of z at the points are same. നോക്കിക്കേ, ഈ ലൈനിലെ രണ്ട് പോയിന്റ്സ് എടുത്തപ്പോഴാണ് നമുക്ക് സെയിം വാല്യൂ കിട്ടുക. അപ്പൊ ഈ ലൈനില ഏത് പോയിന്റ്സ് എടുത്താലും എന്ത് തന്നെ കിട്ടുള്ളൂ? സെയിം വാല്യൂ സെറ്റിന് സെയിം വാല്യൂ തന്നെ കിട്ടുള്ളൂ. അപ്പൊ മിനിമം വാല്യൂ ഓഫ് ഇസെറ്റ് എവിടെയാണ് ഉള്ളത്? ഈ ഒരു ലൈനിലാണ് വരുന്നത്. മനസ്സിലായോ? ഈ രണ്ട് പോയിന്റുകൾ ഈ ലൈനിലല്ലേ ഉള്ളത്? x+2y ലൈനിലാണ് ഉള്ളത്. അപ്പൊ ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എന്തായിരിക്കും? ഇസെറ്റ് മിനിമം ആയിരിക്കും. Therefore, the value of z is minimum at every point on the line. Therefore, the value of z is minimum at every point on the line. The value of z is minimum at every point on the line. x+2y is equal to 6. x+2y is equal to 6.
ടീച്ചറോട് ചോദിച്ചിട്ട് അല്ല ടീച്ചറോട് ചോദിച്ചിട്ട് വെക്ടേഴ്സ് ടെസ്റ്റ് തുടങ്ങിയാ അല്ലെങ്കിൽ കുറേ ആയാ ഒരു ക്ലാസ്സിൽ അന്ന് മാത്സിനെ ചോദിച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലല്ലോ പ്രോബിലിറ്റി ഇല്ലേ കണ്ടിട്ടില്ല സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബിലിറ്റി അല്ല പ്രോബിലിറ്റി ഇല്ല ഫസ്റ്റ് ടെക്സ്റ്റിൽ നോക്കിയ സ്റ്റാറ്റിക് ഇല്ല ഇല്ല 13 ചാപ്റ്റർ ഉള്ളൂ 14 ഉണ്ടായിരുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വേണം